അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് എക്സസൈസ് 4.2 ആണ്. നിങ്ങളുടെ പേജ് നമ്പർ 138 ആണ്. സോ നമ്മൾ പഠിച്ച ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി വരിക. അത് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തന്നേക്കുന്ന ഒരു ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്നാണ് തന്നേക്കുക. സോ ഈ ഒരു ഡിറ്റർമിനൻറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ മൂന്നാമത്തെ കോളം എടുക്കുക. ഈ തന്നേക്കുന്ന ഡിറ്റർമിനൻറ്റിലെ മൂന്നാമത്തെ കോളം നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ ടേമിനെയും 2 എലമെൻസിൻ്റെ സമ്മായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ ടേം എക്സ് പ്ലസ് എ ആണ്, രണ്ടാമത്തെ ടേം വൈ പ്ലസ് ബി ആണ്, മൂന്നാമത്തെ ടേം ഇസഡ് പ്ലസ് സി എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ച 5ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു റോയിലോ അല്ലെങ്കിൽ കോളത്തിലോ എന്ത് ചെയ്തേക്കാണ് 2 ടേമിനെ സമ്മായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടോ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിനെ 2 ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. സോ ഇവിടെ ആദ്യത്തെ തന്നിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഇതാണ്. LHS എടുക്കുകയാണെങ്കിൽ സോ ഇത് ഈക്വൽ ടു ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യത്തെ കോളം അതുപോലെ തന്നെ എക്സ് വൈ ഇസഡ്, അതുപോലെ രണ്ടാമത്തെ കോളവും എ ബി സി അതുപോലെ തന്നെയാണ്. ഇനി മൂന്നാമത്തെ കോളം വ്യത്യാസം വരും. ആദ്യം എന്ത് ചെയ്യുക, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റുകൾ മാത്രം എടുക്കുക, എക്സ് വൈ ഇസഡ്. സോ ആദ്യത്തെ ഫസ്റ്റ് എലമെൻറ്റുകൾ മാത്രം എടുത്ത് ഒന്നാമത്തെ ഡിറ്റർമിനൻ്റ് മേക്ക് ചെയ്യാം. ഇവിടെ നടുക്ക് പ്ലസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നടുക്ക് പ്ലസ് ഇടുന്നു. ഇനി ചെയ്യേണ്ട കാര്യം വീണ്ടും രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും ഫസ്റ്റ് കോളം അതുപോലെ തന്നെ സെക്കൻഡ് കോളും അതുപോലെ തന്നെ എക്സ് വൈ ഇസഡും എ ബി സിയും. ഇനി മൂന്നാമത്തെ കോളം എഴുതേണ്ടത് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റുകളാണ്, എ ബി സി. രണ്ടാമത്തെ എലമെൻറ്റുകൾ എടുത്ത് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റ് മേക്ക് ചെയ്യുക. സോ 2 ഡിറ്റർമിനൻറ്റ് സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ് അതിനെ. നമ്മൾ 5ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചത്. സോ ഇനി നോക്കുകയാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് എക്സ് വൈ ഇസഡ് ആണ് ഫസ്റ്റ് കോളം എന്ന് പറയാം. അപ്പോൾ ഇതേ ഡിറ്റർമിനൻറ്റ് മൂന്നാമത്തെ കോളം നോക്കുകയാണെങ്കിൽ വീണ്ടും എക്സ് വൈ ഇസഡ് ആണ്. അപ്പോൾ 2 കോളം എന്തായിട്ട് വന്നിരിക്കുക, ഐഡൻറ്റിക്കൽ ആണ്, അതായത് സെയിം എലമെൻസാണ് വന്നിരിക്കുന്നത്. ഇവിടെയും എക്സ് വൈ ഇസഡ് ആണ്, ഇവിടെയും എക്സ് വൈ ഇസഡ് തന്നെയാണ്. സോ ഒരു ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും 2 കോളമോ അല്ലെങ്കിൽ റോയോ ഐഡൻറ്റിക്കൽ ആണ് എങ്കിൽ ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച മറ്റൊരു പ്രോപ്പർട്ടി ആയിരുന്നു. സോ എന്തായിരിക്കും, ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. കാരണം ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളം ഐഡൻറ്റിക്കൽ ആണ്. അതുപോലെ ഇപ്പുറം വരുവാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെയും ആദ്യത്തെ കോളം എക്സ് വൈ ഇസഡ് ആണ്, രണ്ടാമത്തേത് എ ബി സി ആണ്, മൂന്നാമത്തേത് എ ബി സി ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളം 2ഉം 3ഉം കോളം എന്താണ്, ഐഡൻറ്റിക്കൽ ആണ്, സെയിം എലമെൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇവിടെ ഈ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂവും 0 തന്നെയായിരിക്കും. സോ 0 + 0 ഈക്വൽ എന്ന് വരും, 0 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡ് ഈക്വൽ 0 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ നോക്കുക. തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഈക്വൽ 0 എന്ന് തന്നെയാണ് ഇവിടെയും പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമ്മൾ മൂന്നാമത്തെ കോളം നോക്കുകയാണെങ്കിൽ ഇതാണ്ട് എ ഇൻറ്റു ബി പ്ലസ് സി, ഇവിടെയും ഒരു ബി ഇൻറ്റു ഇപ്പോൾ എന്താണ് ഒരു ബ്രാക്കറ്റ് എന്നൊക്കെ ടൈമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്, LHS എടുക്കുന്നു. ഇതാണ്ട് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഫസ്റ്റും സെക്കൻഡും കോളം. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി എന്ന് വരും, ആ ടൈം. അതുപോലെയാണ് ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു എ എന്ന് വരും. അതുപോലെ വീണ്ടും ചെയ്യുന്ന കാര്യം എന്താണ്, ഇവിടെയും സി കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി എന്ന് വരും. സോ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഒരു ഡിറ്റർമിനൻറ്റ് അതുപോലെ എഴുതി കാണാം. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് C3 ചേഞ്ച് ചെയ്യണം. മൂന്നാമത്തെ കോളം ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. മാറ്റം ഇതാണ്, C3 + C2 എന്ന് വരും. അതായത് ഈ ഒരു മൂന്നാമത്തെ കോളം ഈ ഒരു കോളം വൈസിൽ ഒരു മാറ്റം കൊണ്ടുവരാണ്. അതായത് രണ്ടാമത്തെയും C2ഉം C3യും കൂടെ ആഡ് ചെയ്ത് മൂന്നാമത്തെ കോളം മാറ്റി എഴുതുന്നു. അതായത് മൂന്നാമത്തെ കോളത്തിന് മാത്രമാണ് ഇവിടെ ചേഞ്ച് വരിക. സോ ആദ്യത്തെ കോളം അതുപോലെ തന്നെ 1 1 1 ആണ്, രണ്ടാമത്തെ കോളവും അതുപോലെ തന്നെ. ഇപ്പോൾ മാറ്റം വന്നത് മൂന്നാമത്തെ കോളമാണ്. മാറ്റം എന്ന് വെച്ചാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളം ആഡ് ചെയ്ത് എഴുതുക. സോ എന്ത് ചെയ്യും, ഇവിടെ BC + AB + AC എന്ന് വരും. ഈ 2 ടേബിൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് മൂന്നാമത്തെ കോളത്തിൽ എഴുതി. വീണ്ടും ഇവിടുത്തെ ഈ ഒരു എലമെന്റ് മാറും. കറസ്പോണ്ടിങ് സീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ CA ആണ്, CAയും BCയും BA ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് ഇവിടുത്തെ രണ്ടാമത്തെ ടേമായിട്ട് എഴുതുക. സോ ഞാൻ 3 ടേം ആഡ് ചെയ്യുകയാണെങ്കിൽ BC + CA + AB എന്ന് വരും. പിന്നെ താഴെ കണ്ട് ഈ ഒരു എലമെന്റ് മാറും. എന്ത് ചെയ്യുക, ഈ ABയും CAയും CBയും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സോ CA + CB + AB എന്ന് കിട്ടും ആ ടേം.
ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ കോളം നോക്കുകയാണെങ്കിൽ എല്ലാ ടീമും സെയിം. അവിടെ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ്. ഇവിടെയും എ ബി ബി സി എ സി, ഇവിടെയുണ്ട് എ ബി ബി സി എ സി. ഇപ്പോൾ മൂന്നാമത്തെ കോളം വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം ടേമാണ്. നമ്മൾ പഠിച്ച മറ്റൊരു പ്രോപ്പർട്ടി ആയിരുന്നു, കോമൺ ആയിട്ട് ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് പുറത്ത് വെക്കാൻ സാധിക്കും. സോ എന്ത് ചെയ്യുക, ഈ മൂന്നാമത്തെ കോളത്തിൽ നിന്നും നമ്മൾ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ കോമൺ എടുക്കുകയാണ്. സോ ആദ്യത്തെ കോളം വ്യത്യാസമൊന്നുമില്ല, രണ്ടാമത്തെ കോളും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ നിന്നാണ് ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. അതുപോലെ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു 1, ഇവിടുന്ന് ഈ ടേം മാറി കഴിഞ്ഞാൽ ബാക്കി ഒരു 1 വരും. സോ ആദ്യത്തെ കോളം വൈസ് 1 1 1 ആണ്, മൂന്നാമത്തെ കോളും 1 1 1 ആണ്. സോ ഒന്നാമത്തെയും മൂന്നാമത്തെയും കോളം ഇവിടെ എന്ത് കിട്ടി, നമുക്കിപ്പോൾ ഐഡന്റിക്കൽ ആണെന്ന് കിട്ടി. സോ രണ്ട് കോളം ഐഡന്റിക്കൽ ആണ് എങ്കിൽ എന്തായിരിക്കും, ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രോപ്പർട്ടി. സോ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇൻറ്റു 0 എന്ന് വരും, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, LHS എടുക്കുകയാണ്. സോ LHS എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് റോ നോക്കുകയാണെങ്കിൽ എല്ലാ ടീമിനകത്തും കോമൺ ആയിട്ട് ഒരു എ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ റോ നോക്കുകയാണെങ്കിൽ എല്ലാ എ ബിയിലും മൈനസ് ബി സ്ക്വയറിലും ബി സിയിലും കോമൺ ആയിട്ട് ഒരു ബി കാണാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തെ റോ നോക്കുകയാണെങ്കിൽ എല്ലാ ടീമിലും ഒരു കോമൺ ആയിട്ടൊരു സി ഉണ്ട്. സോ ചെയ്യുന്ന കാര്യം ഇതാണ്, ഫസ്റ്റ് റോയിൽ നിന്നും നമ്മൾ കോമൺ ആയിട്ട് ഒരു എയും സെക്കൻഡ് റോയിൽ നിന്നും കോമൺ ആയിട്ട് ഒരു ബിയും മൂന്നാമത്തെ റോയിൽ നിന്നും കോമൺ ആയിട്ട് ഒരു സിയും എടുത്തു. സോ ബാക്കി അകത്ത് വരെ ഇവിടെ എന്താ, ഫസ്റ്റ് റോയിൽ നിന്ന് എ ആണ് കോമൺ എടുത്തത്. സോ മൈനസ് എ സ്ക്വയറിൽ നിന്ന് ഒരു എ പോയി കഴിഞ്ഞാൽ ബാക്കി മൈനസ് എ ഇൻറ്റു ബിയിൽ നിന്നും ഒരു എ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബി, എ ഇൻറ്റു സിയിൽ നിന്നും ഒരു എ എടുത്തു കഴിഞ്ഞാൽ സി വരും. അതുപോലെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ റോയിൽ നിന്ന് ഒരു ബിയും മൂന്നാമത്തെ റോയിൽ നിന്ന് ഒരു സിയും കോമൺ എടുത്ത് ബാക്കി വരുന്ന എലമെന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുന്നു, അതായത് അപ്ലൈയിങ് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R3 എന്ന് പറയുന്ന ഒരു മാറ്റം കൊണ്ടുവരികയാണ്. സോ എന്തിനാണ് പോകുന്ന സ്റ്റെപ്പിൽ പറയാം. അപ്പോൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, R1 ചേഞ്ചസ് ടു R1 പ്ലസ് R3 ആണ്. അതായത് ഒന്നാമത്തെ റോ ചേഞ്ച് ചെയ്യുന്നു. ഒന്നാമത്തെ റോയിൽ വരുന്ന മാറ്റം ഇതാണ്, R1 പ്ലസ് R3 ആണ്. അപ്പോൾ ഒന്നാമത്തെ റോയും മൂന്നാമത്തെ റോയും ഇവിടെ ആഡ് ചെയ്ത് ഒന്നാമത്തെ റോയിൽ എഴുതുക. അതായത് ഈ ഒരു മൈനസ് എയും എയും കൂടെ ആഡ് ചെയ്ത് ആ സ്ഥാനത്ത് എഴുതുക. ഈ ബിയും കൂടെ ആഡ് ചെയ്ത് അവിടെ എഴുതുക. സിയും മൈനസ് സിയും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. സോ അതാണ് ചെയ്യുന്ന മാറ്റം. അപ്പോൾ ഒന്നാമത്തെ റോ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മൈനസ് എ പ്ലസ് എയുടെ വാല്യൂ 0 എന്ന് വരും. ബാക്കി ബിയും കൂടെ ആഡ് ചെയ്താൽ 2b എന്ന് വരും. അതുപോലെ സിയും മൈനസ് സിയും കൂടെ ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. ബാക്കി ഒരു കോമൺ എടുത്ത ABC പുറത്ത് കിടപ്പുണ്ട്. ബാക്കി രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയ്ക്ക് മാറ്റമൊന്നുമില്ല, എ മൈനസ് ബി സി, അതുപോലെ എ ബി മൈനസ് സി, അതുപോലെ 2 3 റോ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കണ്ട് എ ഇൻറ്റു ബി ഇൻറ്റു സി അവിടെ തന്നെ ഉണ്ട്. ഇനി ഒന്നാമത്തെ റോയിൽ ഈ ഒരു ഡിറ്റർമിനന്റിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 0 ഇൻറ്റു അത് വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യുക, ബാക്കി എലമെന്റ്സ് എടുക്കുന്നത്. ആക്ച്വലി നമുക്ക് ചെയ്തുകൊണ്ട് ആവശ്യമില്ല, കാര്യം 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ വരിക. സോ ആ ടേമുകൾ എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ആദ്യത്തെ ടേം മൊത്തം 0 ആയിരിക്കും. പിന്നെ രണ്ടാമത് 2b ആണ് എടുക്കേണ്ടത്. സോ -2 രണ്ടാമതാകുമ്പോൾ നെഗറ്റീവാണ് വരുന്നത്, -2b ഇൻറ്റു ആ -2b വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യുക, ബാക്കി വരുന്ന എലമെന്റ്സ് എ സി എ മൈനസ് സി. അപ്പോൾ എന്ത് ചെയ്യുക, എ സി എ മൈനസ് സി ഒരു ഡിറ്റർമിനന്റ് എഴുതി വെച്ചു. സോ വീണ്ടും മൂന്നാമത്തെ എലമെന്റ് 0 ഇൻറ്റു എന്ന് എഴുതുക. അപ്പോൾ 0 ഇൻറ്റു അത് വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്ത് ബാക്കി എലമെന്റ്സ് ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ 0 ഇൻറ്റു എന്നായതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ വാല്യൂ മൊത്തം എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് 0 ആയിരിക്കും. സോ അതിനുവേണ്ടി എന്ത് ചെയ്യുക, രണ്ട് വാല്യൂസ് 0 ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഏതെങ്കിലും റോയിലെയോ അല്ലെങ്കിൽ കോളിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ് 0 ആണെങ്കിൽ 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു മാറ്റം വന്നത്. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R3 എന്ന് എടുത്തു. സോ നമുക്ക് ഇതുപോലെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് എ ഇൻറ്റു ബി ഇൻറ്റു സി, അതുപോലെ -2b, അതുപോലെ ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യുന്നത് എ ഇൻറ്റു മൈനസ് സി. അപ്പം എന്ത് ചെയ്യുക, ആദ്യം ഡയഗണൽ വൈസിൽ ക്രോസ് ചെയ്യുക, നടുക്ക് മൈനസ് ഇങ്ങനെ ക്രോസ് ചെയ്യാം. സോ എ ഇൻറ്റു മൈനസ് സിയുടെ വാല്യൂ -AC, നടുക്ക് മൈനസ് ആണ്. ഇത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എ ഇൻറ്റു സിയുടെ വാല്യൂ എസ് ഇൻറ്റു സി എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ABC, അതുപോലെ ബാക്കി ഈ രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4ABC എന്ന് വരും. സോ വീണ്ടും ഒന്നും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ 4
എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. അതുതന്നെ നമ്മുടെ റൈറ്റ് സൈഡിലെ വാല്യൂ RHSഉം. സോ എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് 10ാമത്തെ ചോദ്യമാണ്. 10ൽ തന്നെ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യമാണ് നമ്മളവിടെ ചെയ്യുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ് ചോദ്യാറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അതിൻ്റെ LHS ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് C1 ചേഞ്ചസ് ടു C1 + C2 + C3 ആണ്. അതായത് ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്യുന്നു, 1ഉം 2ഉം 3ഉം കോളംസ് ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ കോളം ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക. ഈ ഒരു ഡിറ്റർമിനൻ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടേമുകൾ ഇവിടെ x+4, ഇവിടെ 2x, ഇവിടെയും 2x തന്നെയാണ്. അപ്പോൾ ഈ സെയിം ടേമുകൾ ഓർഡർ മാറിയാണ് ബാക്കി രണ്ടിടത്ത് വന്നേക്കുക. ഇവിടെയും 2x ഉണ്ട്, x+4 ഉണ്ട്. ഇവിടെയും 2x ഉണ്ട്, x+4 എന്നുണ്ട്. സോ ഇങ്ങനെ സെയിം ടേമുകൾ വാല്യൂ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ ആദ്യത്തെ കോളമോ അല്ലെങ്കിൽ ആദ്യത്തെ റോയോ ഏതെങ്കിലും മാറ്റം വരുത്തുന്നു. ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാ? എല്ലാ റോയും അല്ലെങ്കിൽ എല്ലാ കോളവും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ കോളം വൈസ് അങ്ങ് ആഡ് ചെയ്യുകയാണ്. അതായത് ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്യുന്നു, C1 + C2 + C3 എന്ന്. അപ്പോൾ അങ്ങനെ മാറ്റം വരികയാണെങ്കിൽ ഒന്നാമത്തെ കോളമാണ് മാറ്റേണ്ടത്. അതായത് ഈ ഒരു x+4 മാറിയിട്ടുണ്ട് വരും, x+4 + 2x + 2x എന്ന് വരും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5x + 4 എന്ന് കിട്ടും. ഇനി വീണ്ടും രണ്ടാമത്തെ ഈ ഒരു 2xും ചേഞ്ച് ആവുന്നു, കോളം 3ഉം കൂടെ ആഡ് ചെയ്യാം, 2x + x+4 + 2x എന്ന് വരും. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5x + 4 എന്ന് വരും. വീണ്ടും ഈ മൂന്നാമത്തെ എലമെൻറ്റും മാറ്റം വരുന്നു. എന്ത് ചെയ്യുക? ഈ ഒരു 3 കോളത്തിലെ എലമെൻറ്റ് ആഡ് ചെയ്യാം. സോ ഇത്രയും ടേമുകൾ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5x + 4 എന്ന് വരും. സോ ഒന്നാമത്തെ കോളം നമ്മൾ ചേഞ്ച് ചെയ്തു, ബാക്കി 2 കോളത്തിനും മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ കോളും മൂന്നാമത്തെ കോളം എന്ത് ചെയ്യുക? ഈ സെയിം വാല്യൂസ് അതുപോലെ തന്നെ വരും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് കോളം എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് 5x + 4 ആണുള്ളത്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഇതായിരുന്നു. ഒരു കോളത്തിലോ അല്ലെങ്കിൽ റോയിലോ കോമൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഡിറ്റർമിനൻറ്റ് പുറത്തെടുക്കാൻ പറ്റും, കോമൺ എടുക്കാൻ പറ്റും. സോ ഈ ഒരു എല്ലാ കോളത്തിൽ നിന്നും നമ്മളൊരു 5x + 4 പുറത്ത് വെച്ചേക്കാണ്. ബാക്കി ഇവിടുന്ന് ഒരു 5x + 4 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1. അതുപോലെ താഴെ 2 ടൈം എന്തായിരിക്കും? 1 1 1 എന്നൊരു ഒന്നാമത്തെ കോളം. സോ രണ്ടാമത്തെ കോളത്തിനും മൂന്നാമത്തെ കോളത്തിനും മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെയാണ് ബാക്കി ടൈം വരിക. ഇനി നമ്മൾ വീണ്ടും ഒന്നുകിൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ചെയ്തോളം എന്ത് ചെയ്യുക? ഏതെങ്കിലും ടൈമുകൾ 0 ആവുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ടൈം നമുക്ക് 0 ആക്കാൻ പറ്റും. കാര്യം എന്താ മതി? ഈ 1ൽ നിന്ന് ഈ ഒരു 1 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1 - 1 എന്ത് വരും? ഇവിടെ 0 എന്ന് വരും. അതുപോലെ ഇവിടെയും അതുപോലെ ചെയ്താൽ എന്ത് ചെയ്യുക? 2xൽ നിന്ന് 2x മൈനസ് ചെയ്താൽ ഇവിടെ 0 എന്ന് കിട്ടും. ഇവിടെ മാറ്റം വരുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ റോയാണ്, ഇത് രണ്ടാമത്തെ റോയാണ്. ഒന്നാമത്തെ റോയിൽ നിന്നും രണ്ടാമത്തെ റോ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ റോയിലാണ് മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? R1 ചേഞ്ച് ചെയ്യുന്നു. R1 ചേഞ്ചസ് ടു R1 - R2 എന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ വീണ്ടും ആ ഒരു മാറ്റം വരികയാണെങ്കിൽ ഒന്നാമത്തെ റോ ചേഞ്ച് ആവും. ഒന്നാമത്തെ റോയിൽ നിന്നും രണ്ടാമത്തെ റോ മൈനസ് ചെയ്ത് എഴുതുക കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. സോ ഇവിടെ 1 - 1 വാല്യൂ എന്ത് ചെയ്യും? ആദ്യത്തെ എലമെൻറ്റ് 0 ആയി. വീണ്ടും ഇവിടെ എന്ത് ചെയ്യും? അതുപോലെ മൈനസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2x - x + 4 എന്ന് വരും. ആ ഒരു മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് x - 4 എന്ന് കിട്ടും. വീണ്ടും ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻറ്റ് മൈനസ് ചെയ്യുകയാണെങ്കിൽ 2x - 2xൻ്റെ വാല്യൂ 0. സോ ഒന്നാമത്തെ റോ നമ്മൾ ചേഞ്ച് ചെയ്തു. ബാക്കി രണ്ടാമത്തെയും മൂന്നാമത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതിയിരിക്കുകയാണ് 2ഉം 3ഉം റോസ്. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് റോയിൽ R1ൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ടൈം 5x + 4 പുറത്തുണ്ട്, അതുപോലെ ബാക്കി ഇവിടെ എന്ത് ചെയ്യേണ്ട? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഇവിടെ 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ വരിക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എഴുതേണ്ട ആവശ്യമില്ല. ആ ടൈം എല്ലാം 0 ആയിരിക്കും. ബാക്കി രണ്ടാമത്തെ ടൈം എടുക്കുക, x - 4 ആണ്. അപ്പോൾ രണ്ടാമത്തെ ടൈം ആയതുകൊണ്ട് അത് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ -x - 4 ഇൻറ്റു ആ ടൈം വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കി എലമെൻറ്റ്സ് എഴുതുക. 1 2x ഈ 1ഉം x + 4 4 എലമെൻറ്റ്സ് ഒരു ഡിറ്റർമിനകത്ത് എഴുതി വെച്ചു. അതായിരിക്കും വരുന്ന ടൈംസുകൾ. പിന്നെ ബാക്കി ടൈം നോക്കേണ്ട ആവശ്യമില്ലാണ്. ഇവിടെ ഇനി 0 ഇൻറ്റു എന്ന് പറഞ്ഞ് വരുന്നത്. സോ മൂന്നാം ടൈം 0 ഇൻറ്റു എന്ന് വരുന്നതുകൊണ്ട് എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആദ്യത്തെ 5x + 4 അതുപോലെ -x - 4 അതുപോലെ. ഇനി വീണ്ടും ഒരു 2 എലമെൻ്റ് ഉള്ള ഡിറ്റർമിനൻ്റ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഡയഗണൽ വൈസിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക. 1 × x + 4ൻ്റെ വാല്യൂ x + 4 ആണ്, നടുക്ക് മൈനസ്. വീണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 1 × 2xൻ്റെ വാല്യൂ 2x എന്ന് വരും. സോ ആദ്യം ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ 5x + 4 ഇൻറ്റു ബാക്കി ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക്
4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ RHS. അപ്പോൾ നമ്മളടുത്തായിട്ട് 12ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തന്നേക്കുന്ന ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ ഉണ്ട്. ഇത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് വീണ്ടും. സോ നമ്മൾ LHS എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാവുന്ന കാര്യം, കോളം വൈസ് എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സെയിം എലമെൻറ്റ്സ് ആണ്. 1ഉം എക്സ് സ്ക്വയറും എക്സും മാത്രമേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മാറ്റി തിരിച്ചിട്ടേക്കുന്ന ടേമുകളാണ്. സോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ മെത്തേഡ് എന്ത് ചെയ്യുക, കോളം വൈസ് എല്ലാ ടേമുകളും ആഡ് ചെയ്യാം. കാരണം ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്യുന്നു, C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് എടുക്കുക. സോ അങ്ങനെ മാറ്റം വരികയാണെങ്കിലാണ് ഇവിടെ ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്യുന്നു. ഇവിടുത്തെ ആദ്യത്തെ 1 മാറും. 1 മാറി പകരം വരുന്ന വാല്യൂ എന്ന് വെച്ചാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരിക്കും ആദ്യത്തെ ടേം. വീണ്ടും ഒന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ എലമെൻറ്റ് മാറും. ഈ ഒരു എക്സ് സ്ക്വയർ മാറ്റം എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ ആദ്യത്തെ കോളം എല്ലാം കൂടെ ആഡ് ചെയ്ത് 3 കോളം. വീണ്ടും ഒന്നാമത്തെ കോളത്തിലെ മൂന്നാമത്തെ എലമെൻറ്റ് മാറും. എന്ത് ചെയ്യുക, 3 കോളം എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. എക്സും എക്സ് സ്ക്വയറും 1ഉം കൂടെ ആഡ് ചെയ്ത് മൂന്നാമത്തെ എലമെൻറ്റ്. സോ ഒന്നാമത്തെ കോളം എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു. ബാക്കി 2ഉം 3ഉം കോളം മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഫസ്റ്റ് കോളം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കോമൺ ടേമുകളാണുള്ളത്. 1 പ്ലസ് എക്സ് സ്ക്വയർ 3 കോളത്തിലും 3 ടേമും എന്തായിരിക്കും ഇവിടെ സെയിം ആയിട്ട് കിടക്കണം ഒന്നാമത്തെ കോളത്തിൽ. സോ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് നമ്മളൊരു 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ത് ചെയ്തു, കോമൺ എടുത്ത് വെച്ചു. പുറത്ത് വന്നാൽ ബാക്കി അകത്ത് 1 1 1 ആയിരിക്കും ആദ്യത്തെ കോളം വരിക. 2ഉം 3ഉം കോളം മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് പോവാം ഫസ്റ്റ് കോളത്തിൽ, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ടേം 0 ആക്കാൻ പറ്റുമോ നോക്കുക. സോ ഇവിടെ 1ഉം 1ഉം ഉണ്ട്, സെയിം ആയിട്ടുള്ള വാല്യൂസാണ്. സോ എന്ത് ചെയ്യുക, 1 മൈനസ് 1ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്, ഒന്നാമത്തെ കോളം വീണ്ടും ഒരു മാറ്റം വരുത്തുകയാണ്. C1 ചേഞ്ചസ് ടു 1ൽ നിന്ന് 2 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 1 മൈനസ് 1 0 കിട്ടുള്ളൂ. സോ C1ൽ നിന്നും C2 മൈനസ് ചെയ്യുന്നു. സോ പുറത്തുള്ള 1 പ്ലസ് എക്സ് സ്ക്വയർ അതുപോലെ തന്നെ. ഇനി ഒന്നാമത്തെ കോളത്തിൽ ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ C1 മൈനസ് C2 ആണ്. 1ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. സോ ഇവിടെ ആദ്യത്തെ കോളം മാറ്റം വരുന്നു. 1ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1 മൈനസ് എക്സ് എന്ന് വരും ആദ്യത്തെ ടീം. വീണ്ടും രണ്ടാമത്തെ എലമെൻറ്റ് ഈ ഒരു 1 മാറും, 1 മൈനസ് 1 എന്ന് വരും, അത് 0 ആയിരിക്കും. വീണ്ടും ഒന്നാമത്തെ കോളത്തിൽ മൂന്നാമത്തെ എലമെൻറ്റ് മാറ്റണം. സോ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും, 1 മൈനസ് എക്സ് സ്ക്വയർ അതുപോലെ. വീണ്ടും 2ഉം 3ഉം കോളം മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്യാൻ വരുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ കോളം നോക്കുകയാണെങ്കിൽ ഇവിടെ 1 മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു 1 മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടൈം നമുക്ക് എഴുതാം, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആയതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു 1 മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു 1 മൈനസ് എക്സ് ഉണ്ട്. 0 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു 1 മൈനസ് എക്സ് കോമൺ എടുക്കാൻ പറ്റും. സോ വീണ്ടും ഒന്നാമത്തെ കോളത്തിൽ നിന്ന് നമ്മളൊരു 1 മൈനസ് എക്സ് വീണ്ടും കോമൺ എടുത്തു. സോ ഇതിൽ നിന്ന് 1 മൈനസ് എക്സിൽ നിന്ന് 1 മൈനസ് എക്സ് പോയി കഴിഞ്ഞാൽ വീണ്ടും 1 ഉള്ളൂ. 0യിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ടൈം കൊണ്ട് എടുക്കാം, അതായത് 0 ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. 0യെ കൊണ്ട് ഏത് ടൈം ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും, 0 തന്നെയായിരിക്കും. ബാക്കി ഇവിടെ ബാക്കിയുള്ളത് എന്താണ്, 1 മൈനസ് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 1 പ്ലസ് എക്സ് ആയിരിക്കും. ബാക്കി 2ഉം 3ഉം കോളം മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്നാമത്തെ കോളത്തിലൂടെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം ചെയ്തു വന്നത് ഫസ്റ്റ് റോയിലാണ്. ഇവിടെ മാറ്റമെന്ന് വെച്ചാൽ C1ലൂടെ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്ത്, കാര്യം 0 ഇവിടെ ഉള്ളത്. സോ ഒന്നാമത്തെ കോളത്തിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു, ചെറിയ വ്യത്യാസമുള്ളൂ, അതായത് പുറത്തുള്ള 2 ടീം അതുപോലെ തന്നെ. ഇനി ഒന്നാമത്തെ കോളത്തിൽ ആദ്യത്തെ എലമെൻറ്റ് എടുക്കുക, 1 ഇൻറ്റു അത് വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി 4 എലമെൻറ്റ് ഡിറ്റർമിൻ്റെ അകത്ത് എഴുതുക. വീണ്ടും അടുത്ത ടൈം എന്ന് വെച്ചാൽ 0 ആണ്. ഒന്നാമത്തെ കോളത്തിൽ കൂടെ അങ്ങ് പോയാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ എലമെൻറ്റ് നോക്കുക, 0 ആണ്. ഇനി 0 വരുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കി 4 എലമെൻറ്റാണ് വരണ്ടേ. സോ ഇവിടെ 0 ഇൻറ്റു എന്നായതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ബാക്കി എല്ലാ ടൈമും 0 ആയി പോകും. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. വീണ്ടും ഒന്നാമത്തെ കോളത്തിലെ മൂന്നാമത്തെ എലമെൻറ്റ് എടുക്കുക, 1 പ്ലസ് എക്സ്. സോ 1 പ്ലസ് എക്സ് ഇൻറ്റു ആ 1 പ്ലസ് എക്സ് വരുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കി 4 എലമെൻറ്റ്സ്. ആ 4 എലമെൻറ്റ്സ് അതുപോലെ എഴുതാൻ ഡിറ്റർമിനകത്ത്. ഇത്രയുള്ള ചെയ്യാനായിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യുന്ന പോലെ ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. എക്സ്പാൻഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 1 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, RHS. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ 3/3 ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് എ ഉണ്ട്. ആ മെട്രിക്സ് എയിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോക്കേണ്ട കാര്യം, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ഇവിടെ കെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മെട്രിക്സിൻ്റെ ഓർഡർ നോക്കുക. ഓർഡർ എന്ന് വെച്ചാൽ 3/3 ആണ്. 3 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട്.
സോ 3/3 ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, k³ ആയിരിക്കും പുറത്ത് വരിക. സോ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പഠിച്ച് വെച്ചേക്കുക, ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ ഓർഡർ n ആണെങ്കിൽ ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് k ഇൻറ്റു a എന്ന് പറയുന്നത് k⁻n ഇൻറ്റു ഡിറ്റർമിനൻ്റ് a ആണ്. ആ k പുറത്ത് വരുമ്പോൾ, ഡിറ്റർമിനൻ്റ് പുറത്ത് വരുമ്പോൾ k⁻n എന്നാവും. അവിടെ n എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡറാണ്. ഇവിടെ ഓർഡർ 3/3 ആയതുകൊണ്ട് n-ൻ്റെ വാല്യൂ 3 ആയിരിക്കും. സോ എന്ത് ചെയ്യുക, ഈ ഒരു k പുറത്ത് വന്നു കഴിഞ്ഞാൽ k³ എന്ന് വരും. k³ ഇൻറ്റു ഡിറ്റർമിനൻ്റ് a ആയിരിക്കും ആൻസർ. അപ്പം നമ്മൾ 4.2 ആണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 6 ക്വസ്റ്റ്യനാണ് ഞാൻ ഇതുവരെ ചെയ്തത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളിനി ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിൽ വെച്ചായിരിക്കും ആ ബാക്കി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കേട്ടതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതി നോക്കുക. എഴുതി അത് ഉറപ്പായെന്ന് കൺഫേം ചെയ്യാം. ശേഷം ബാക്കി ചെയ്യാതെ വിടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനും ആൻസർ നിങ്ങളുടെ മെറ്റീരിയലുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ നോക്കുക, നിങ്ങളുടെ ആൻസറോട് കമ്പയർ ചെയ്ത് മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്ത് നോക്കി തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ അടുത്തായിട്ട് 4.3 പോവുകയാണ്. അപ്പോൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളത് ഏരിയ ഓഫ് എ ട്രയാങ്കിളാണ്. അതായത് നമുക്ക് ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ അതായിട്ട് നമ്മളൊരു ട്രയാങ്കിൾ പറയുകയാണെങ്കിൽ ഒന്ന് 3 വെർട്ടിസസ് ഉണ്ട്. ആദ്യത്തെ കോർണർ കണ്ട x1 y1, അടുത്ത പോയിൻറ്റ് x2 y2, അടുത്ത പോയിൻറ്റ് x3 y3 ആണ്. അതായത് ഒരു ട്രയാങ്കിളിലെ 3 കോർണർ പോയിൻറ്റ്സ് തരികയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഇതായിരിക്കും, ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിറ്റർമിനൻ്റ്. ആദ്യത്തെ റോയിൽ വരിക x1 y1, അടുത്ത മൂന്നാമതായിട്ടൊരു 1 ആയിരിക്കും വരുന്ന എലമെൻറ്റ്. സെക്കൻഡ് റോയിലേക്ക് x2 y2 1, മൂന്നാമത്തെ റോയിലേക്ക് വരുമ്പോൾ x3 y3 1 ആയിരിക്കും വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയാം. അതായത് തന്നിരിക്കുന്ന പോയിൻ്റ് ആദ്യമാണ് x1 y1, വീണ്ടും x2 y2, വീണ്ടും x3 y3. മൂന്നാമത്തെ കോളം വൈസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും 1 1 1 ആയിരിക്കും. അത് ഇക്വേഷനാണ്. സോ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ച് വെച്ചേക്കുക. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിച്ചുകൊണ്ടാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാതെ പഠിച്ച് വെച്ചേക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എല്ലായ്പ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന വാല്യൂ സപ്പോസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക. അപ്പോൾ കിട്ടുന്ന ഡെൽറ്റ വാല്യൂവിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴാണ് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. അതുകൊണ്ട് അടുത്ത ഒരു കേസ് എന്ന് വെച്ചാൽ ഇനി ഒരു 3 പോയിൻറ്റിൻ്റെ കൊളിനിയാരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനിലൂടെ തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് 3 പോയിൻറ്റ് പറയുകയാണ് x1 y1, x2 y2, x3 y3 എന്ന് പറയുന്ന ഒരു 3 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഈ 3 പോയിൻറ്റ് കൊളിനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യമേ ആ 3 പോയിൻ്റ് വെച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ശേഷം ആ കിട്ടിയ ഏരിയ 0 ആണെങ്കിൽ എന്തായിരിക്കും, ആ 3 പോയിൻറ്റ്സ് കൊളിനിയർ ആയിരിക്കും. കൊളിനിയർ എന്ന് വെച്ചാൽ ഒരു ലൈനിലെ 3 പോയിൻറ്റ്സിനെയാണ് കൊളിനിയർ പോയിൻറ്റ്സ് എന്ന് പറയാം. സോ കിട്ടിയ ഏരിയ 0ക്ക് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, ആ 3 പോയിൻറ്റ് കൊളിനിയർ ആയിരിക്കും. അവിടെ നമ്മൾ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഉപയോഗമുണ്ട് ഇതിന്. ഒന്നെന്ന് വെച്ചാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ 3 പോയിൻറ്റ് കൊളിനിയാരിറ്റി ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. ഇക്വേഷൻ ഇതാണ്, 1/2 ഇൻറ്റു ഫസ്റ്റ് റോയിൽ x1 y1, വീണ്ടും x2 y2, x3 y3 ആയിരിക്കും. മൂന്നാമത്തെ കോളം എല്ലായ്പ്പോഴും 1 1 1 ആയിരിക്കും. കിട്ടുന്ന വാല്യൂവിൻ്റെ നെഗറ്റീവ് എടുക്കാൻ പാടില്ല, മോഡുലസ് വാല്യൂ ആണ് എടുക്കാനായിട്ട്. മോഡുലസ് വാല്യൂ ആയിരിക്കും നമ്മുടെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ നമ്മളടുത്ത 4.3 ആണ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് അറ്റ് ദ പോയിൻറ്റ് ഗിവൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്ന 3 ചോദ്യമുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിലെ 3 വെർട്ടിസസിൻ്റെ വാല്യൂസ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയയാണ് നമുക്ക് വേണ്ടത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന വെർട്ടിസസ് ഇതൊക്കെയാണ്, 1 0 6 0 4 3 ആണ്. സോ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ x1 y1, ഈ പോയിൻറ്റിന് x2 y2 എന്നും ഈ പോയിൻറ്റിന് x3 y3 എന്നും പേര് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് 3 പോയിൻ്റ് ഉണ്ട്. ഇനി നമ്മുടെ ഇക്വേഷന് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇക്വേഷൻ നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. ഫസ്റ്റ് 1/2 ഇൻറ്റു ഡിറ്റർമിനൻ്റ്, അകത്ത് ആദ്യം വരുന്നത് x1 y1 എന്നാണ്. സോ x1ന് പകരം 1 എന്നും x2ന് പകരം 0 എന്നും കൊടുത്തു. അടുത്ത പോയിൻ്റ് ഇക്വേഷനകത്ത് 1 ആണ് ഉള്ളത്. സോ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്നത് x2 y2 1 എന്നാണ് വരുന്നത്. സോ x2ന് പകരം നമ്മൾ 6 കൊടുത്തു, x2 y2ന് പകരം 0 എന്നും കൊടുത്തു. ലാസ്റ്റ് വാല്യൂ 1 ആണ്.
വീണ്ടും മൂന്നാമത്തെ റോയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇക്വേഷനകത്ത് x3 y3 ആണുള്ളത്. സോ x3യുടെ വാല്യൂ 4ഉം y3യുടെ വാല്യൂ 3യുമാണ്. ലാസ്റ്റ് വാല്യൂ 1 ആണ് ഇക്വേഷനകത്ത്. ഇനി എന്ത് ചെയ്യുക, 1/2 പുറത്ത് വെച്ചു. ഇനി നമ്മൾ ഈ ഒരു ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതിയാവും. സോ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാണ്. സോ ഇവിടെ ആദ്യത്തെ എലമെൻറ്റ് 1 എടുക്കുക. 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കി 4 വാല്യൂസ് ഡിറ്റർമിനകത്ത് എഴുതി വെച്ചു. 0 1 3 1. അടുത്ത 0 ആണ് എടുക്കേണ്ടത്. 0 നെഗറ്റീവ് എടുക്കേണ്ട രണ്ടാമത്തെ വാല്യൂ. സോ -0 ഇൻറ്റു ഇനി 0 ഇൻറ്റു എന്ന് വന്നുകൊണ്ട് എന്തായിരിക്കും, അത് വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി എലമെൻറ്റ് എടുത്ത് ഗുണിച്ചാലും അത് 0 തന്നെയായിരിക്കും. സോ എന്ത് ചെയ്യേണ്ട, നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വാല്യൂ മൊത്തത്തിൽ 0 ആയിരിക്കും. അടുത്ത +1 ഇൻറ്റു എന്നാണ് വരിക. സോ 1 വരുന്ന മൂന്നാമത്തെ എലമെൻറ്റ് 1 എടുത്തു. 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തു ബാക്കി 4 വാല്യൂസ്. സോ ബാക്കി 4 വാല്യൂസ് ഡിറ്റർമിനകത്ത് എഴുതിയേക്ക് കാണും. ഇനി എന്ത് ചെയ്യുക, ഇത് ഓരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. 1/2 ഇൻറ്റു ബാക്കി ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യുക. 0 ഇൻറ്റു 1 0 മൈനസ് 3 ഇൻറ്റു 1 3 എന്ന് വരും. ഈ ടൈം 0 ആയിപ്പോയി. ബാക്കി 1 ഇൻറ്റു ബാക്കി ഇതെന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 3 18 നടക്കും മൈനസ് 4 ഇൻറ്റു 0 0 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വാല്യൂ 7.5 എന്നാണ് കിട്ടുക. സോ ഇതായിരിക്കും നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ. ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം പോലെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്, ഷോ ദാറ്റ് ദ പോയിൻറ്റ്സ് ABC 3 പോയിൻറ്റുകളുണ്ട്. ആ 3 പോയിൻറ്റ് കൊളിനിയർ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം കൊളിനിയാരിറ്റിയുടെ കണ്ടീഷൻ ഇതാണ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കും, 0 ആണ് എങ്കിൽ ആ 3 പോയിൻറ്റ്സ് കൊളിനിയർ ആണ്. അപ്പോൾ ആദ്യത്തെ പോയിൻറ്റ് A,B+C ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, പേര് കൊടുക്കുന്നു. ഇവിടെ ഈ പോയിൻറ്റ് x1, ഈ പോയിൻറ്റ് y1 എന്ന് പേര് കൊടുത്തു. അടുത്ത പോയിൻറ്റ് B,C+i ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനും പേര് കൊടുത്തു. x2 y2 എന്ന് പേര് കൊടുത്തു. അടുത്ത പോയിൻറ്റ് C,A+B ആണ്. അതിനെന്ത് ചെയ്തു, x3 y3 എന്ന് പേര് കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എടുക്കുക. സോ ഒരു ഏരിയക്കകത്ത് 1/2 ഉണ്ട്. 1/2 മാറ്റി വെച്ചേക്കാൻ ലാസ്റ്റ് വാല്യൂ കൊടുക്കാം. സോ ബാക്കി വരിക ഡിറ്റർമിനകത്ത് x1 y1 1 എന്ന് വരിക. സോ x1 പകരം a ആണ്, y1ൻ്റെ വാല്യൂ B+C ആണ്, ലാസ്റ്റ് വാല്യൂ 1. വീണ്ടും x2ൻ്റെ വാല്യൂ b ആണ്, y2ൻ്റെ വാല്യൂ C+a ആണ്, ലാസ്റ്റ് വാല്യൂ 1 ആണ്. വീണ്ടും അടുത്ത x3യുടെ വാല്യൂ സിയും y3യുടെ വാല്യൂ A+b ആണ്. ആ വാല്യൂ കൊടുത്തേ ഉള്ളൂ ഇക്വേഷനകത്ത്. ഇക്വേഷൻ വാല്യൂ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, നമ്മളിവിടെ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്ലൈയിങ് C1 ചേഞ്ചസ് ടു C1 + C2 എന്ന് ചേഞ്ച് ചെയ്യുന്നു. അതായത് ഒന്നാമത്തെ കോളം ചേഞ്ച് ചെയ്യുന്നു. C1ഉം C2ഉം 1ഉം 2ഉം കോളം ആഡ് ചെയ്ത് ഒന്നാമത്തെ സ്ഥാനത്ത് എഴുതുക. അതാണ് ഇവിടെ C1 ചേഞ്ചസ് ടു C1 + C2 എന്ന് വരും. അപ്പോൾ ഒന്നാമത്തെ കോളം മൊത്തത്തിൽ മാറും. അപ്പോൾ എയുടെ വാല്യൂ മാറിയിട്ട് പകരം എന്ത് വരും, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ A+B+C എന്ന് വരും. സോ A+B+C എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വാല്യൂ. വീണ്ടും ഈ ഒരു ബി മാറ്റണം. അതായത് മാറ്റിയതാണ്. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ B+C+A എന്ന് വരും. സോ A+B+C എന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു C മാറണം. C മാറുക എന്ന് വെച്ചാൽ സിയും രണ്ടാമത്തെ കോളം കൂടെ ആഡ് ചെയ്യുക. സിയും എയും ബിയും കൂടെ ആഡ് ചെയ്താൽ വീണ്ടും സെയിം വാല്യൂ A+B+C എന്ന് വരും. ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിന് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് 2ഉം 3ഉം കോളം എഴുതിക്കുക. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോളം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും A+B+C തന്നെയാണ്. സെയിം വാല്യൂസാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ടീമിനകത്തും ഒരു കോമൺ ആയിട്ട് A+B+C ഉണ്ട് ഒന്നാമത്തെ കോളത്തിൽ. സോ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഒന്നാമത്തെ കോളത്തിൽ നിന്നും നമുക്കൊരു A+B+C കോമൺ എടുക്കാൻ പറ്റും. സോ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് എല്ലാം ഒരു A+B+C പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒന്നാമത്തെ കോളത്തിൽ 1 1 1 എന്നായിരിക്കും വരിക. 2ഉം 3ഉം കോളം മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ. സോ A+B+C ഇൻറ്റു ഇതാണ്ട് ഈ ഒരു ഡിറ്റർമിനൻ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച മറ്റൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. അതാണ്ട് ഒന്നാമത്തെ കോളവും മൂന്നാമത്തെ കോളവും സെയിം ആണ്. സോ 2 കോളമോ അല്ലെങ്കിൽ റോയോ സെയിം വാല്യൂസ് വരികയാണെങ്കിൽ, ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ആ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ പഠിച്ച റൂളാണ്. സോ എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് 0 എന്നായിരിക്കും. സോ 0 ഇൻറ്റു ടൈം എന്തായിരിക്കും, ഉറപ്പായിട്ടും 0 തന്നെയാണ്. സോ നമുക്ക് കിട്ടിയ ഏരിയ എന്തായിരിക്കും, 0 എന്ന് കിട്ടി. ഏരിയ 0 ആണെങ്കിൽ ഉറപ്പായിട്ടും 3 പോയിൻറ്റ്സ് കൊളിനിയർ ആണ്.